എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു സാധാരണക്കാരൻ, അയാൾ ഒരു രത്നമോതിരം വിരലിലിട്ട് നടക്കുന്നു. അതിനെ എല്ലാവരും ഒരു സംശയത്തോടെ നോക്കൂ. അത് ഒറിജിനലാണെന്ന് അവർക്ക് സമ്മതിക്കുവാനേ കഴിയില്ല. എന്നാൽ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ധനികൻ 20 രൂപയുടെ കല്ലുകൊണ്ടുണ്ടാക്കിയ മോതിരം ഒരു ഉത്സവ പറമ്പിൽ നിന്ന് വാങ്ങി അത് ധരിക്കുന്നുവെങ്കിൽ അത് രത്നമാണെന്ന് മറ്റുള്ളവർ വിശ്വസിക്കും. നരേന്ദ്രമോദിയെ പോലെ ഉള്ള ഒരു വ്യക്തി 100 രൂപയുടെ ഒരു കണ്ണാടി ധരിച്ചാൽ എല്ലാവരും പറയും അത് 1 ലക്ഷത്തിന് മേലെ ആയിരിക്കുമെന്ന്. അതുപോലെ ഒരു സെലിബ്രിറ്റി തറയിലിരുന്നാലോ ആളുകൾ പറയും എത്ര നല്ല വിനയമുള്ള വ്യക്തിയാണ് എന്ന്. എന്നാൽ നേരെ മറിച്ച് ഒരു സാധാരണക്കാരൻ തറയിലിരുന്നാലോ? ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, പണക്കാരനാകാൻ ആണ് ശ്രമിക്കേണ്ടത്, പണക്കാരനെ പോലെ ആകാനല്ല നോക്കേണ്ടത്. ഇടുന്ന വസ്ത്രത്തിലോ ധരിക്കുന്ന ആഭരണത്തിലോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഫോണിലോ അല്ല നിങ്ങളുടെ വലിപ്പം കാണുന്നത്. ആ ഒരു മൂല്യം സ്വയം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. പ്രിയരെ, ധനാകർഷണ വിധിയേക്കാളും നമുക്ക് ഇന്ന് വേണ്ടത് കയ്യിൽ വന്നു ചേരുന്ന ധനം ഉപയോഗപ്രദമല്ലാത്ത കാര്യത്തിനായി ചെലവഴിക്കാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നതിനെ പറ്റിയുള്ള ഉപായങ്ങളാണ്. പാഴ്ചിലവുകൾ നിയന്ത്രിക്കാനുള്ള ചില വഴികളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ധനം ഭവനത്തിൽ നിൽക്കുന്നില്ല. അതിന് കാരണങ്ങളായ വാസ്തുദോഷങ്ങളെപ്പറ്റി മുമ്പും ഈ ചാനലിലൂടെ പറഞ്ഞിരുന്നു. ഏതെങ്കിലും ഒരു കാര്യത്തിനായി കടയിലോ മറ്റോ പോകുമ്പോൾ ചില സാധനങ്ങൾ കണ്ട് നമ്മൾ ആകർഷിതരാകാറുണ്ട്. ഈ ആകർഷണം വരാനുള്ള പ്രധാന കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ കയ്യിൽ അപ്പോൾ കാശ് ഉണ്ട്. ഇല്ലെങ്കിൽ ആ ആകർഷണമൊന്നും തോന്നുകയില്ല. നമ്മളെ ചുറ്റിപ്പറ്റി നെഗറ്റീവ് എനർജികൾ ഉണ്ട് എന്ന കാര്യം അറിയാമല്ലോ. ഈ ഊർജങ്ങളാണ് നമ്മെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. നന്നായി ആലോചിച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാകും. വീട്ടിൽ തിരികെ എത്തുമ്പോൾ തീർച്ചയായും കയ്യിൽ കാശ് തീർന്നിട്ടുണ്ടാകും. ഇത് ഒഴിവാക്കാനായി, അതായത് അനാവശ്യ കാര്യങ്ങളിലേക്ക് മനസ്സ് പോകാതിരിക്കാനായി ചെയ്യേണ്ട ഉപായങ്ങളിൽ ഒന്നാണ് ശ്രീ ഹനുമാൻ ചാലിസയുടെ ചെറിയ പുസ്തകമോ അല്ലെങ്കിൽ ശ്രീ ലളിത സഹസ്രനാമത്തിൻ്റെ ചെറിയ പുസ്തകമോ എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുക. കയ്യിൽ സൂക്ഷിക്കണമെന്നാൽ പോക്കറ്റിലോ ബാഗിലോ വയ്ക്കുക. അതിനും സാധിക്കുന്നില്ല എങ്കിൽ ഇനി പറയാൻ പോകുന്ന ഉപായത്തെ ചെയ്യുക. 5 കേടുവരാത്ത ഏലക്ക ഒരു ചെറിയ കഷ്ണം ചുവന്ന തുണിയിൽ കിഴി പോലെ കെട്ടി അത് വലത് കൈയിൽ പിടിച്ച് ഓം ഹം ഹനുമതേ നമഃ എന്ന ആഞ്ജനേയ സ്വാമിയുടെ മന്ത്രത്തെ 21 തവണ ജപിച്ച് മണിപ്പേഴ്സിലോ ബാഗിലോ സൂക്ഷിക്കുക. അനാവശ്യ ചിലവുകൾ ചെയ്യാനുള്ള പ്രേരണയെ തടയാനാകും. തീർച്ചയായും ഫലിക്കുന്ന ഉപായങ്ങളാണ് ഇതൊക്കെ. വിശ്വാസത്തോടെ ചെയ്തു നോക്കുക. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.